നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല പോലീസ് നടത്തിയ അനധികൃത എഴുത്ത് ലോട്ടറി റെയ്ഡിൽ ഒരാൾ കസ്റ്റഡിയിൽ. തൃത്താല പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആനക്കര ചേകന്നൂർ റോഡിലെ ഭാഗ്യം ലോട്ടറി ഏജൻസിയിൽ നടത്തിയ റെയ്ഡിൽ നടത്തിപ്പുകാരനെതിരെ കേസെടുത്തു. എടപ്പാൾ പൊൽപ്പാക്കര സ്വദേശിയായ പ്രസാദാണ് പിടിയിലായത്. സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിൽ ഇയാൾ അനധികൃത എഴുത്ത് ലോട്ടറി ചൂതാട്ടം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സബ് ഇൻസ്പെക്ടർമാരായ എം സുനിൽ, ഹംസ, ASI ജോൺസൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത്ത്, ശ്രീരാഗ്, സിവിൽ പോലീസ് ഓഫീസർ അജേഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊപ്പം ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതിന് ഒടുവിൽ ജില്ലാ റോഡ് സേഫ്റ്റി കൌൺസിലിന്റെ അനുമതി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും കൌൺസിൽ അനുമതി നൽകി. കൊപ്പം ടൗണിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനായി ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാൻ ഒടുവിൽ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഏപ്രിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിൽ കമ്മിറ്റിയുടെ അനുമതി ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീണ്ടുപോകുകയായിരുന്നു. ടൗണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്തു. ഇതിനിടെയാണ് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെങ്കിൽ ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ അനുമതി വേണമെന്ന ചട്ടമുണ്ടായത്. ഇതിനായി അപേക്ഷ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കാണിച്ച് കഴിഞ്ഞ താലൂക്ക് വികസനസമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പരാതിയുമായി രംഗത്തെത്തുകയുണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനുള്ള അനുമതിയായത്. ഇക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം താലൂക്ക് വികസനസമിതി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. ട്രാഫിക് സിഗ്നലുകൾക്കായുള്ള രൂപകൽപ്പനയും സ്ഥാപിക്കലും ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഇതിന്റെ തുടർ നടപടികൾക്ക് പഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ടായിരിക്കുമെന്നും ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. അനുമതി ലഭ്യമായ സാഹചര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്തിന് തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ഇതിനായി എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ഉടൻ തന്നെ യോഗം വിളിച്ചു ചേർക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. പട്ടാമ്പി മണ്ഡലത്തെ രാജ്യത്തെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റുന്നതിനായി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ച് പഠിക്കാൻ തിരുവനന്തപുരം CETയിൽ നിന്നുമുള്ള പഠന സംഘം പട്ടാമ്പിയിലെത്തി. മുഹമ്മദ് മുഹസിൻ MLAയുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമായി മാറ്റുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ മണ്ഡലത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. ഈ പദ്ധതികളെക്കുറിച്ചെല്ലാം അറിയാനായാണ് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനമായ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം പട്ടാമ്പിയിലെത്തിയിരിക്കുന്നത്. ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നഗരവികസനം, പശ്ചാത്തല സൗകര്യങ്ങൾ, കണക്ടിവിറ്റി, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, വിവിധതരം സമൂഹങ്ങളുടെ വികസന ആവശ്യങ്ങൾക്കുള്ള പദ്ധതികൾ തുടങ്ങിയവ പഠന വിധേയമാക്കുവാനും ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുവാനുള്ള പഠനമാണ് സംഘം നടത്തുക. ഇതുവഴി സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പട്ടാമ്പി മണ്ഡലത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി ഉയർത്തുന്നതിന് സാമൂഹ്യ വികസന പശ്ചാത്തല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിനുള്ള പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നതുകൂടിയാണ്. മുഹമ്മദ് മുഹസിൻ MLAയുടെ ആവശ്യാർത്ഥമാണ് ഈ സംഘം പട്ടാമ്പിയിലെത്തിയത്. ഇനി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുകയും ചെയ്യും. സംഘവുമായി മുഹമ്മദ് മുഹസിൻ MLA നേരിട്ട് സംസാരിക്കുകയും പ്രാഥമികമായുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭയിൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായുള്ള യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ 1000 കോടിയിലധികം രൂപ വിവിധ ഘട്ടങ്ങളിലായി വികസന പദ്ധതികൾക്ക് ലഭ്യമാക്കുകയും അടുത്ത ഘട്ടം വ്യക്തമായ ഡിസൈനോടുകൂടി മുന്നോട്ട് പോകുന്നുള്ള പദ്ധതികൾ ആവശ്യമാണ് എന്നതുമാണ് ഇത്തരത്തിൽ പഠനത്തിന് സാഹചര്യം ഒരുക്കിയതെന്നും MLA പറഞ്ഞു. സംഘാംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. പട്ടാമ്പിയുടെ ഒരു സാധ്യതകൾ, പ്രത്യേകിച്ച് ഒരു നോളേജ് സൊസൈറ്റി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലക്കൊക്കെയുള്ള സാധ്യതകൾ അത് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അതോടൊപ്പം തന്നെ അർബൻ ഡിസൈനിങ്ങിന് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളുമൊക്കെ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് CETയിലെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചറിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ തീർച്ചയായിട്ടും വലിയ ഈ പഠനത്തോടൊപ്പം തന്നെ ലൈവായിട്ട് ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വന്നിട്ടുള്ളത്. അർബൻ ഡിസൈനിങ് വലിയ സാധ്യതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസ് കിട്ടും. അവരുടെ പ്രൊഫസർമാരുടെ കൂടെ വന്നിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും പട്ടാമ്പി
അത് വലിയൊരു സാധ്യതയാക്കി പട്ടാമ്പിയുടെ ഭാവി വികസനത്തിന് കൂടി ഈ കുട്ടികളുടെ പ്രോജക്റ്റ് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം അറിയിക്കുകയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് അവർ വരുന്ന കുറച്ച് ദിവസം ഫീൽഡ് വിസിറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പഠനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സാധ്യതകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. വല്ലപ്പുഴ മുളയൻകാവ് പാതയിലെ അപ്പം കണ്ടത്തിന് സമീപം ഓവുപാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നു. പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം. വല്ലപ്പുഴ മുളയങ്കാവ് പാതയിലെ ചെറുകോട് അപ്പങ്കണത്തിന് സമീപത്താണ് റോഡരികിൽ ഓവുപാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുന്നത്. ഏറെക്കാലമായി ഇത് അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ കിടക്കുകയാണ്. വലിയ വളവിനോട് ചേർന്നുകൂടിയാണ് സംരക്ഷണ ഭിത്തി കിടക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഈ പാതയിൽ റോഡരികിൽ കിടക്കുന്ന സംരക്ഷണ ഭിത്തി അപകട ഭീഷണി ഉയർത്തുമെന്നാണ് ആക്ഷേപം. പലതവണ ബന്ധപ്പെട്ടവരുടെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപവും ഉണ്ട്. കഴിഞ്ഞ ദിവസം പട്ടാമ്പിൽ ചേർന്ന താലൂക്ക് വിസമിതിയും ഈ ആവശ്യം ഉയർന്നിരുന്നു. പൊതുപ്രവർത്തകൻ അഷ്റഫ് വല്ലപ്പുഴയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ചെറുകോടിൽ എത്തുന്നതിന് മുമ്പ് അപ്പംകണ്ടം കഴിഞ്ഞത് ഒരു വലിയ വളവാണ്, ഒരു അപകടകരമായ വളവാണ്. അവിടെ ചെറിയൊരു പാലുണ്ട്. ആ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി കുറേയായി തകർന്നു കിടക്കുകയാണ്. അത് പണി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്തായിരിക്കുന്നു, ഈ മുകളിലേക്ക് കെട്ടി ഉയർത്തുന്ന സംഭവം ഉണ്ടല്ലോ, അത് പാടെ തകർന്ന് ഈ ചാലിനുള്ളിലേക്ക് വീട് കിടക്കുകയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വളരെ അത് പടുത്തുയർത്തുകയല്ല, അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. താൽക്കാലികമായിട്ട് നമ്മൾ വെക്കുമല്ലോ, ആ രൂപത്തിൽ ഒരു ചെറിയ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേമഠം അർഹയായി. സുധാ തെക്കേമഠം രചിച്ച ഡ്വഡ് ഹണ്ടർ 01 എന്ന ബാലസാഹിത്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരത്തിനാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേമഠം അർഹത നേടിയത്. പൊതുവിദ്യാലയത്തിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരമാണ് നൽകുന്നത്. സർഗാത്മക സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം എന്നീ മേഖലകളിലെ മികച്ച കൃതികളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക. ഇതിൽ ബാലസാഹിത്യ വിഭാഗത്തിലാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേമഠം അർഹത നേടിയിരിക്കുന്നത്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആനുകാലികങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സ്ഥിരമായി ഇവർ എഴുതാറുണ്ട്. 2024 അധ്യാപക ലോകം അവാർഡ് ലതാനിലയം ഒറ്റപ്പാലം പിഒ എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട്. ചെറുകഥയ്ക്കുള്ള കമല സുരയ്യ പുരസ്കാരവും ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാരംഗവും സംഘടിപ്പിച്ച കഥാരചന മത്സരത്തിൽ സമ്മാനാർഹരായിട്ടുണ്ട്. ചെറു സിനിമകൾക്ക് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സുധാ തെക്കേമഠം പ്രതികരിച്ചു. ഈ വർഷത്തെ മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ഇന്നലെ. അതിൽ ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് കിട്ടിയത്. എൻ്റെ ഡ്വഡ് ഹണ്ടർ 01 എന്ന് പറഞ്ഞ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവലുണ്ട്, അതിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മള് കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരിക്കലും ഒരു കുട്ടി ആസ്വദിക്കുന്ന തരത്തിലായിരിക്കരുത്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നത് ഒരിക്കലും കുട്ടികളുടെ രചനയല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ വലിയവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ എഴുതുന്നതെല്ലാം. ഇതുവരേക്കും 4 പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് ഡ്വഡ് ഹണ്ടർ 01. അതിന് തന്നെ ഈ മുണ്ടശ്ശേരി മാഷിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർ പറയുന്ന കഥകൾ കേൾക്കാറുണ്ട്. അവയിലൂടെ ഞാൻ അവരെ അറിയാനും അവർക്ക് എന്നെ അറിയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും നൽകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് തന്നെ ഈ പുരസ്കാരം കിട്ടിയതിലുള്ള സന്തോഷം നിസ്സീമമാണ്. നമ്മൾ എഴുതുന്നതിനുള്ള ഒരു തിരിച്ചറിയപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിനൊരു പരിഗണന ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ സമ്മാനമായാലും വലിയ സമ്മാനമായാലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണല്ലോ. നറുക്കെടുപ്പിലൂടെ മകൻ സമ്മാനത്തിന് അർഹനായപ്പോൾ ഒപ്പം നേട്ടത്തിനർഹരായ മറ്റു കുട്ടികൾക്കും സമ്മാനം വാങ്ങി നൽകി പിതാവിന്റെ മാതൃക. വല്ലപ്പുഴ മലപ്പുറം ഹയാത്തുൽ ഇസ്ലാം മദ്രസയാണ് വേറിട്ട കാഴ്ചയ്ക്ക് വേദിയായത്.
മദ്രസയിലെ നബിദിനത്തോടനുബന്ധിച്ച് മഹലിലെ 3 പള്ളികളിൽ നിന്ന് 50 ദിവസം തുടർച്ചയായി 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച കുട്ടികളിൽ ഒരാൾക്ക് പ്രദേശത്തെ ചലഞ്ചേഴ്സ് ക്ലബ്ബ് സൈക്കിളുകൾ സമ്മാനമായി നൽകിയിരുന്നു. 5 കുട്ടികളാണ് നേട്ടത്തിന് അർഹരായത്. നറുക്കെടുപ്പിലൂടെ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ AC നൌഷാദ് ബാബുവിന്റെ മകൻ അഫ്നാൻ വിജയിയായി. എന്നാൽ സ്വന്തം മകന് സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ മറ്റുള്ള 4 കുട്ടികൾക്കും നൌഷാദ് സൈക്കിളുകൾ സ്വന്തമായി വാങ്ങി നൽകി. എല്ലാ കുട്ടികളുടെയും മുഖത്ത് പുഞ്ചിരി വിരിയിച്ചു. മദ്രസയിൽ നടന്ന ചടങ്ങിൽ മൊല്ലക്കുട്ടി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ മഹല്ല് പ്രസിഡന്റ് വാപ്പുട്ടി സൈക്കിളുകൾ കുട്ടികൾക്ക് കൈമാറി. ചടങ്ങിൽ സെക്രട്ടറി അബ്ബാസ് ഹാജി, ഖത്തീബ് ഷെരീഫ് ഫൈസി, മലപ്പുറം കൂട്ടായ്മ സെക്രട്ടറി ജാഫർ അലി, വാർഡ് മെമ്പർ റഹീം, സ്വാഗത സംഘ കമ്മിറ്റി ചെയർമാൻ മുജീബ്, സിദ്ദിഖ്, നൌഷാദ് ബാബു, ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. മറ്റുള്ള കുട്ടികളുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാൻ കഴിയുകയും ആ കുട്ടികൾക്ക് തൻ്റെ വകയായിട്ട് എല്ലാവർക്കും ഓരോ സൈക്കിൾ ദാനം ചെയ്യുക എന്നുള്ള ഒരു നല്ല ഒരു മനസ്സ് മൂപ്പരിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മൂപ്പരുടെ വകയായിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും മൂപ്പരുടെ വകയായിട്ട് സൈക്കിൾ ദാനം ചെയ്തു. അത് സ്തുത്യർഹമായ പ്രവർത്തനമാണ്. അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹവും മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ഒരു ആത്മബോധവും ഐക്യവും സ്നേഹവും മാനുഷിക പരിഗണന ഒക്കെ ഉണ്ടാവുന്നവർക്ക് അതിൽ നിന്ന് അതൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ പ്രതിഫലിച്ചത്. ബഹുമാനപ്പെട്ട AC ബാബുവിനെ വളരെയധികം മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഇത് പ്രചോദനമാവട്ടെ, എല്ലാ ആളുകൾക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതെല്ലാം റബ്ബിൻ്റെ അടുക്കൽ ഒരു പ്രതിഫലാർഹമായ ഒരു അമലായി അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. കുടിക്കിടപ്പവകാശത്തിൽ ലഭിച്ച ഭൂമിയിൽ നിയമക്കുരുക്കുകൾ മൂലം പട്ടയം ലഭ്യമായിട്ടില്ല. ഓലകുത്തിച്ചാരിയ കുടിലിൽ ദുരിത ജീവിതം നയിക്കുകയാണ് വട്ടംകുളം ചിറ്റഴിക്കുന്നിലെ ഈ കുടുംബം. ചിറ്റഴിക്കുന്ന് കൊല്ലത്തുപറമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുമാരിയും ഹൃദ്രോഗിയായ ഭർത്താവ് ചന്ദ്രനും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് പ്രതീക്ഷകൾക്ക് മരണമില്ലെന്ന ബോധ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിറ്റഴിക്കുന്നിലെ ഇവർ താമസിക്കുന്ന കുടിൽ നിൽക്കുന്ന ഇടം ചന്ദ്രന്റെ മാതാപിതാക്കൾക്ക് കുടിക്കിടപ്പ് അവകാശമായി ലഭിച്ചതാണ്. എന്നാൽ ഇതിന് പട്ടയം ലഭിക്കാത്തത് ഇവരുടെ എല്ലാ പ്രതീക്ഷകളും അട്ടിമറിക്കുന്നു. എനിക്ക് വീടിന് പട്ടയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആധാരം രജിസ്റ്റർ ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടണില്ല. കാരണം എന്താ വെച്ചാൽ ആധാരം ഉണ്ടെങ്കിലല്ലേ കൈവശ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യങ്ങളും കിട്ടണില്ല. വീട് വെക്കാനോ വീടിൻ്റെ അപേക്ഷിച്ചിട്ട് 10 വർഷമായിട്ട് കിടക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇത് കിട്ടണില്ല. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 26 വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ മുന്നേ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഇതിലാണ് താമസിച്ചിരുന്നത്. ദ്രവിച്ചു നശിച്ച ഓലമേന മേൽക്കൂര മഴ പെയ്താൽ ചോർന്നൊലിക്കും. ഉറങ്ങാൻ മോഹം കൊണ്ടു മാത്രമാണ് ടാർപോളിൻ വലിച്ചുകെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്നത്. നിലത്തുനിന്ന് ഓല കുത്തിച്ചാരിയ കുടിലിൽ അന്തിയുറങ്ങുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുക പോലുമില്ല. അത്രമേൽ ദയനീയമായ നേർക്കാഴ്ച. പട്ടയത്തിനും മറ്റും രേഖകൾക്കുമായി കുമാരി കുറെ വർഷങ്ങളായി മുട്ടാത്ത വാതിലുകളില്ല. പട്ടയത്തിനായി അപേക്ഷ കൊടുത്തപ്പോൾ കൈവശ സർട്ടിഫിക്കറ്റ് വേണമെന്നായി. എന്നാൽ പട്ടയത്തിന് അപേക്ഷ കൊടുത്തത് പുറത്തറിഞ്ഞതോടെ തൊട്ടടുത്തുള്ള സൗജന്യമായി ഭൂമി ലഭിച്ചയാൾ ഇടം കോലിട്ടെന്ന് ഇവർ ആരോപിക്കുന്നു. ഞാൻ ആദ്യം പട്ടയത്തിന് കൊടുത്തു. അപ്പോൾ അവർ ജന്മികൾ വന്ന് അവർ ഞങ്ങൾക്ക് കേസ് കൊടുത്ത് അങ്ങനെ ഞങ്ങൾക്ക് പുറത്ത് കോംപ്രമൈസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 15 സെൻറ്റ് ഞങ്ങൾക്കും ഞങ്ങളുടെ തറവാട്ടിലുള്ളവർക്ക് 20 സെൻറ്റും കൊടുത്തു. അപ്പോൾ അതൊന്നും തീരാക്കി കിട്ടിയിട്ടില്ല. തീരാക്കി കിട്ടണമെങ്കിൽ 2 കൂട്ടും കൂടി ചെന്നാൽ തീരാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. സൗജന്യമായിട്ട് തന്നാണ് അവർ. കുടിയെടുപ്പ് അവകാശം പറഞ്ഞിട്ട് കിട്ടിയതാണ് ഞങ്ങൾക്കത് 15 സെൻറ്റ്. പഴയ ഉടമസ്ഥർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. വഴിയില്ല. ഞങ്ങൾക്ക് ഒരിക്കൊരു വഴി അവർ തന്ന വഴി ഞങ്ങൾക്ക് അവിടെ അമ്പലമാണ്. അപ്പോൾ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ വഴി കിട്ടില്ല, അവിടെ അമ്പലം ഉള്ളത് കൊണ്ട്. സൗജന്യമായി ഭൂമി നൽകിയവരാകട്ടെ ഇവിടേക്ക് വരാറുമില്ല. എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി കഴിയുമ്പോഴാണ് ചന്ദ്രനെ ഹൃദ്രോഗം വേട്ടയാടുന്നത്. 2 തവണ ശസ്ത്രക്രിയ കഴിഞ്ഞ ചന്ദ്രൻ ഇപ്പോഴും കൂലിവേലയ്ക്ക് പോവുകയാണ്. പിന്നെ ഭർത്താവിന് ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ആൻറ്റിപ്ലാസ്റ്റി കഴിഞ്ഞ് ഹൃദയരോഗിയാണ്. ഭർത്താവ് രോഗമായാലും ഇപ്പോൾ പണിക്ക് പോകുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. 2 മക്കൾ കൂലിപ്പണിക്ക് പോകുന്നുമുണ്ട്. അവരുടെ നെഞ്ചിലും തീയാണ്. സൗജന്യമായി ലഭിച്ച ഭൂമിയിൽ ഒരു വീടുയർന്ന് കാണണമെന്ന മോഹം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ നൂലാമാലകൾ ഒഴിഞ്ഞു കിട്ടണമെന്നാണ് അവരുടെ പ്രാർത്ഥന. 7 പതിറ്റാണ്ടിനപ്പുറം സൗജന്യമായി കിട്ടിയ ഭൂമിയിലെ കുടിലിൽ കഴിയുമ്പോഴും അധികൃതർ കനിയുമെന്ന പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ കരുണപറ്റാത്ത കരങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയും ഇവരിലുണ്ട്.
വീട്ടിലേക്ക് വരുന്ന പൊന്ത നിറഞ്ഞ നടവഴി അടച്ചുകെട്ടുമെന്ന ഭീഷണിയും ഇവർക്ക് മുന്നിലുണ്ട്. ഇതും കൂടി സംഭവിച്ചാൽ എന്തെന്ന ചോദ്യമാണ് ഇവർക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. ചാലിശ്ശേരി പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാൾ തിങ്കളാഴ്ച സമാപിക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 ദിവസങ്ങളിലായി നടന്നുവന്ന വ്രതശുദ്ധിയുടെ 8 നോമ്പാചരണം തിങ്കളാഴ്ച സമാപിച്ചു. രാവിലെ കുര്യാക്കോസ് മോറ ഔസേബിയോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ഫാദർ ജോൺ കുളങ്ങാട്ടിൽ, ഫാദർ സജി ചെമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. മധ്യസ്ഥ പ്രാർത്ഥന, പെരുന്നാൾ സന്ദേശവുമുണ്ടായി. പൊൻവെള്ളി കുരിശുകളേന്തി പെരുന്നാൾ പ്രദക്ഷിണം കല്ലുംപുറം റോഡ് ചുറ്റി പള്ളിയിലെത്തി തുടർന്ന് ആശീർവാദം നടത്തി. യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം സുനോറോ പേടകത്തിൽ നിന്നെടുത്ത് വിശ്വാസികൾ വണങ്ങി. വിശ്വാസികൾ മധുരപലഹാരങ്ങൾ വിതരണം നടത്തി. നാനാജാതി മതസ്ഥർ പങ്കെടുത്ത നേർച്ച സദ്യയോടെ 8 നോമ്പ് പെരുന്നാൾ സമാപിച്ചു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ പെരുന്നാൾ കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഭൂതകാല സ്മരണകൾ പങ്കുവച്ചും ഒന്നിച്ചിരുന്ന ഓണസദ്യയുണ്ടും ഗുരുനാഥർക്ക് ഓണസമ്മാനം നൽകിയും സഹപാഠികൾ ഒത്തുകൂടി. പെരിങ്ങോട് ഹൈസ്കൂളിലെ 1990-91 10ാം ക്ലാസ് ബാച്ചാണ് 34 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചത്. പെരിങ്ങോട് ഹൈസ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പ്രവാസികളടക്കം ബാച്ചിലെ 170-ലധികം പേർ പങ്കെടുത്തു. പ്രായത്തിന്റെ അവശതകളെ മറന്ന് അക്കാലത്തെ അധ്യാപകരും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനെത്തി. സ്കൂളിലെ മുൻ സംഗീതാധ്യാപിക VS രുക്മിണി ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു. E ശിവരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TV ഉണ്ണികൃഷ്ണൻ, N ചന്ദ്രശേഖരൻ, K വാസുദേവൻ, KV രാമചന്ദ്രൻ, N വിജയകുമാരി തുടങ്ങിയ മുൻ അധ്യാപകർ, പ്രോഗ്രാം കൺവീനർ K ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ബിജുറാം, എഡ്യൂക്കേഷനിൽ ഡോക്ടറേറ്റ് നേടിയ രാധിക ശ്രീകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാച്ച് അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. KK മണികണ്ഠൻ, P സുരേഷ്, ബിന്ദുമോൾ, വാസുദേവൻ, PK മനോജ്, ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.